വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് കാ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാളയത്തുള്ള പോലീസ് സ്റ്റേഡിയത്തിൻ്റെ നമ്മുടെ പോലീസ് ഗ്രൗണ്ടിൻ്റെ അവിടെയാണ്. അവിടെ ഒരു ചക്കമേള നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ്. ഒരുപാട് ചക്ക വിഭവങ്ങൾ, ചക്ക സീസണാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ചക്ക വിഭവങ്ങളും ചക്ക ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ സ്റ്റാഫ് കാ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ചക്കമേള 2024 അല്ലേ. അത് എന്താണ് മേള? ആ, അപ്പോൾ നമ്മളിതാ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലെത്തി. ഓഗസ്റ്റ് 1 മുതൽ 11 വരെയാണ് ഈ ചക്കമേള കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചക്കമേള എന്തൊക്കെ ഉണ്ടെന്ന് പോയൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അകത്ത് വരുമ്പോൾ ജസ്റ്റ് ആദ്യം കുറച്ച് ഫർണിച്ചർ സ്റ്റോളും ഒരു ഐസ്ക്രീം സ്റ്റോളും മൊബൈൽ കവേഴ്സൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. ഇതിലെവിടെ ചക്ക? ഞാനിവിടെ കയറിയപ്പോൾ എന്തായാലും ചക്കയൊന്നും കണ്ടില്ല. നല്ല നോക്കാം. ഇത് ആക്ച്വലി ഒരു ട്രേഡ് ഫെയർ ആണ് കേട്ടോ. നമ്മുടെ നോർമലി കനാകുന്നില കാണുന്ന പോലെ ട്രേഡ് ഫെയർ ആണ്. ഇവിടെ അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫർണിച്ചർ, റിയ ലൈഫ് സ്റ്റൈൽ ഫർണിച്ചർ, പിന്നെ ഡോക്ടർ പ്ലസ് ഹെൽത്ത് കെയർ, എൻജോയ് ലൈഫ് എവരിഡേ, അക്യൂപഞ്ചർ, പിന്നെ കുറേ ചെരുപ്പ്. മെയിനായിട്ട് രാജസ്ഥാനി ഹോം മെയ്ഡ് അച്ചാറുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രേഡ് ഫെയർ മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ വന്നത് ചക്കമേള കാണാനാണ്. എന്തൊക്കെ വിഭവങ്ങൾ ചക്കയുടെ ഉണ്ടെന്ന് കൂടെ നോക്കാം. അതവിടെ കോഴിക്കോടൻ വരിക്ക ചക്ക ഹൽവ. അതവിടെ കുറേ ഹൽവ വെച്ചിട്ടുണ്ട്. കോഴിക്കോടനാണ്, ചക്ക കൊണ്ടുള്ള ഹൽവാസാണ് കേട്ടോ. ഒരു ബുക്ക് സ്റ്റോളുണ്ട്, വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അതാ ശർക്കര, പാലക്കാടൻ പനം കരിപ്പട്ടി. ശർക്കര അല്ല, പനം കരിപ്പട്ടിയാണ് പാലക്കാടൻ. പിന്നെ ഇവിടെ മറ്റേ ഹോട്ട് ബാഗ്സ്, ഹോട്ട് ആൻഡ് കൂൾ ബാഗ്. പിന്നെ ഇതെന്താ ഹസ്തരേഖ ശാസ്ത്രം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ട്രേഡ് ഫെയർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചക്കയുടെ ഫെസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ കുറച്ച് ചക്കകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചക്ക കട്ട് ചെയ്ത് പീസായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ചക്ക മേടിക്കാമെന്നാണ്. അത് കഴിഞ്ഞ് മാങ്ങ വെച്ചിട്ടുണ്ട്. ഇത് കോക്കോ മാമ്പഴം 1 കിലോ 220 രൂപയാണ് കോക്കോ മാമ്പഴം കേട്ടോ. അങ്ങനെ പലതരം മാമ്പഴങ്ങളും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ചക്ക സീസൺ ആണോ? പക്ഷെ ചക്ക അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ കണ്ടത്. പിന്നെ ഇവിടെ അടുത്ത മാമ്പഴം വെച്ചിട്ടുണ്ട്, കർപ്പൂരം മാമ്പഴം. അത് 1 കിലോ 200 രൂപയാണ്. പിന്നെ ജാഗിരി, അത് 1 കിലോ 260 രൂപ. പിന്നെ തേന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരുപാട് ടൈപ്പ് മാമ്പഴം. വെള്ളായണി വരിക്ക മാങ്ങയുണ്ട്, അതായത് കോട്ടക്കുളം. കാശ്മീരി ഉണ്ട്, പിന്നെ കസ്തൂരി മാമ്പഴമുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പ് മാമ്പഴങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. കിലോ 200 260 കപ്പ ഒരുക്കിയുണ്ട്. ഇവിടെ തേൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ കർപ്പൂരം കത്തിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. കുന്തിരിക്ക അങ്ങനെയുള്ള. പിന്നെ ഇവിടെ ലൈവ് മാംഗോ ജ്യൂസ് ലൈവ് ഉണ്ട്. ഇതെന്താ അവലോസ് പൊടി എടുത്തു. ചക്ക അവലോസ് പൊടിയാണ്. ഓക്കെ, ചക്ക അവലോസ് പൊടി വേണമെങ്കിൽ ചക്ക അവലോസ് പൊടി കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ വെളിയിലോട്ട് വരുമ്പോൾ ഇവിടെ ചക്കയുടെ പായസമേളയാണ്. പായസമേള, പൈനാപ്പിൾ പായസം, ചെറുപയർ പായസം, മുളരി പായസം, ഡ്രൈ ഫ്രൂട്ട് പായസം. പിന്നെ ഇവിടെ ബജി ചായയൊക്കെ കുടിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാറിൻ്റെ സ്റ്റോൾ. ഇത് മാരുതിയുടെ ഒരു സ്റ്റോളും. പിന്നെ ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കുറേ ചെടികളാണ്. നമുക്ക് ചെടികളൊക്കെ വേണമെങ്കിൽ ചെടികൾ മേടിക്കാം. അപ്പോൾ ഇതാണ് ചക്കമേള. നമ്മുടെ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു ചക്കമേളയാണ്. ചെറിയൊരു സ്റ്റോളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലുള്ള ചക്കമേള കണ്ട് തിരിച്ചെത്തി. ചക്കമേളയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. കാര്യം ചക്ക വിഭവങ്ങളോ അല്ല ചക്ക ചിപ്സ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ചക്ക അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാമ്പഴങ്ങളുണ്ട്, പല ടൈപ്പ്. എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല കേട്ടോ ഈ ഒരു ചക്കമേള കൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത്. സാധാരണ ഇതേപോലത്തെ ചക്കമേള അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ചക്ക വിഭവങ്ങൾ, പായസം,
ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ കാണാം. പായസം, പക്ഷേ മുളയരി പായസമൊക്കെയാണ്. ചക്കയൊന്നും ഉണ്ടോ? ഞാൻ ഒന്നേ കണ്ടുള്ളൂ. പിന്നെ ചക്ക ചിപ്സ് അതൊന്നുമില്ല. എനിക്കറിയില്ല. ഇഫ് യു വാണ്ട് ടു ഗോ ഐ ക്യാൻ കം. ചന്ദ്രശേഖര സ്റ്റേഡിയത്താണ് ഓഗസ്റ്റ് 1 മുതൽ 11 വരെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ദ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ്